കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പോലീസ് അന്വേഷണം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. രേഖകളെല്ലാം ED കൊണ്ടുപോയി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. ഇതിനിടെ മുൻമന്ത്രി AC മൊയ്തീൻ, CPIM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ ഉൾപ്പെടെ 20 പേരെ പ്രതി ചേർക്കാൻ EDക്ക് അനുമതി ലഭിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത്. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും ആളുകളെ കൊള്ളയടിച്ച സംഭവമല്ലേ എന്നും കോടതി ചോദിച്ചു. ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. എന്നാൽ കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ എടുത്തുകൊണ്ടു പോയതിനാലാണ് തങ്ങളുടെ അന്വേഷണത്തിന് തടസ്സമുണ്ടായതെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയം കൂടി വേണ്ടിവരുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും വാദം കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ഹർജിയിൽ നാളെ ഹാജരായി മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് CBI അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. ഇതിനിടെ മുൻമന്ത്രി AC മൊയ്തീൻ, CPIM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കം 20 പേരെ പ്രതി ചേർക്കാൻ EDക്ക് അനുമതി ലഭിച്ചു. ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരടക്കം 80-ലേറെ പേർ കേസിലെ പ്രതികളാകും. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.